ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മള് വെള്ളിയാഴ്ച ദിവസത്തെ അവയർനെസ്സിലെത്തിയിരിക്കുകയാണ്. പൊതുവെ നമ്മളിന്ന് ലഹനാൻ സാർ എന്ന മനോഹരമായ ഒരു ടോപ്പിക്കാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സാറ് ആ ടോപ്പിക്കിന്റെ ടൈറ്റിലായിട്ട് ഇട്ടിരിക്കുന്നത് ഞാൻ എങ്ങനെ അന്യനായി എന്നാണ്. സാർ അത് ആരോട് ചോദിക്കുന്നു എന്നുള്ള ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ എത്രമാത്രം ഒരു അന്യതയിൽ അല്ലെ അന്യമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അങ്ങനെ മാറി. തീർച്ചയായിട്ടും ഒരു കഥയുടെ ആവിഷ്കാരത്തിലൂടെ ഉലഹനാൻ സാറിന്റെ ഈ വിഷയത്തെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. നമ്മൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഉലഹനാൻ സാറിനെ. ഉലഹനാൻ സാർ, യു ആർ വെൽക്കം. ഞാൻ തുടങ്ങിക്കോട്ടെ സർ. സർ എന്നെ കേൾക്കാമോ? സാർ. ഓക്കെ. ഇവിടെ മഴ നമ്മളോട് ആരോടും ചോദിക്കാതെ തുടങ്ങി, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ സർ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കഥ, പറയുന്ന കഥ, ഞാൻ എങ്ങനെ അന്യനായി. നമ്മളിൽ പലപ്പോഴും പലർക്കും പല അവസരങ്ങളിലും അന്യനാവേണ്ട സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ ഞാൻ എങ്ങനെ അന്യനായി എന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് മുമ്പിൽ ഇട്ടുകൊണ്ട് ഞാൻ എൻ്റെ കഥ തുടങ്ങുന്നു. ഈ കഥയുടെ ബിന്ദു എൻ്റെ മനസ്സിൽ നാമ്പിട്ടിട്ട് കുറച്ചു കാലമായെങ്കിലും ഇന്നാണ് അത് പൂർത്തിയാക്കിയത്. പൂർത്തിയാക്കി ഉടനെ തന്നെ സാറിനോട് ഞാൻ വിളിച്ചു പറഞ്ഞു, സാർ ഇങ്ങനെയൊരു സാധനം കയ്യിലുണ്ട്. എന്തായാലും വൈകുന്നേരം സാറ് വിളിച്ചു പറഞ്ഞു എന്നാൽ പ്രസന്റ് ചെയ്യേണ്ട ദിവസം ഇന്നാണ്. മറ്റാള് പറഞ്ഞിരുന്നെങ്കിലും എത്താത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു പേടി, ഞാൻ ക്ലിനിക്ക് നേരത്തെ തന്നെ വന്നു. അപ്പൊ ഞാൻ കഥ തുടങ്ങുകയാണ്. ഞാൻ എങ്ങനെ അന്യനായി. ഞാൻ അരമയക്കത്തിൽ ഉണർന്നിരുന്നു. എൻ്റെ കാഴ്ചകൾ മങ്ങിയിരുന്നു. ചെവിയുടെ കേൾവി കുറഞ്ഞിരുന്നു. നാവിൻ്റെ രുചി നഷ്ടപ്പെട്ടോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു. ഞാൻ എന്നിലേക്ക് തന്നെ മടങ്ങുന്നതായി ഞാൻ അറിഞ്ഞു. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഇപ്പോൾ എവിടെയാണ്? ഉത്തരമായി എനിക്ക് മനസ്സിലായി, ഞാനൊരു ഉയർപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുരിശുമരണത്തിന്റെ വിലാപങ്ങൾ കെട്ടടങ്ങി. ആ മരണത്തിന് ശേഷം മടങ്ങി ഞാൻ എന്നിലേക്ക് തന്നെ ചുരുണ്ടു കളഞ്ഞു. ഇരുളിൽ നിന്നും പ്രത്യാശയുടെ വെളിച്ചത്തിലേക്കോ സത്യത്തിന്റെ വെളിച്ചത്തിലേക്കോ ഞാൻ മടങ്ങിയെത്തിയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് എന്നെ കാണാം. എന്നിൽ നഷ്ടപ്പെട്ട കാഴ്ച എനിക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നു. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ സ്വന്തം രൂപം എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. എൻ്റെ സുബോധം, ബോധത്തിൽ തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഈശ്വര, ഞാൻ കാരണം എല്ലും തോലുമായ എൻ്റെ ഭാര്യയെ ഞാൻ കാണുന്നു. എൻ്റെ ജീവനായ ഭാര്യയെ ഞാൻ അവളെ കാണുകയാണ്. ഞാൻ കാരണം പേക്കോലങ്ങളായ എൻ്റെ 2 മക്കളെ ഞാനിപ്പോൾ കാണുന്നു. അവരിലൂടെ ഞാൻ എൻ്റെ വികൃത രൂപത്തെയും കാണുന്നു. യാഥാർത്ഥ്യങ്ങളെ നേരിൽ കണ്ട ഞാൻ ഭയപ്പെട്ടുപോയി. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ആരാണ് ഞാൻ? ആരാണ് ഞാൻ? എനിക്കെന്താണ് പറ്റിയത്? ഞാൻ എല്ലാം ഓർക്കാൻ ശ്രമിച്ചു. എൻ്റെ ഓർമ്മകൾ പതുക്കെ പതുക്കെ മുന്നോട്ട് വന്നു. ആ ഓർമ്മകൾ എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു, ഒന്നിനു പുറകെ ഒന്നായി. നുരഞ്ഞു പൊന്തിയ ഗ്ലാസ്സിൽ നിന്ന് ഉയർന്ന ലഹരിയുള്ള മദ്യങ്ങൾ
ആ ഗ്ലാസുകളെ നോക്കി, മദ്യത്തെ നോക്കി ഞാൻ പൊട്ടിച്ചിരിച്ചു, ഒരു ജേതാവിനെ പോലെ. ഈ ലോകം പിടിച്ചടക്കിയ ഒരു ചക്രവർത്തിയെ പോലെ ആ മദ്യക്കുപ്പികളെ നോക്കി ഞാൻ ആർത്തട്ടഹസിച്ചു. നുരയുന്ന ആ മദ്യം വീഴുന്ന ഗ്ലാസുകൾ പൂർത്തിയാക്കി ആ ഞാൻ വലിച്ചു കുടിച്ചു. അത് വലിച്ചു പുറത്തേക്ക് എറിഞ്ഞ് പൊട്ടിച്ചിതറിയ ചില്ലുകൾ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ആനന്ദം കൂടുകയായിരുന്നു. ഞാൻ ഉന്മത്തനായി. ആ ഉന്മത്താവസ്ഥയിൽ ഞാൻ കിടന്നൊന്ന് മയങ്ങിപ്പോയി. കടന്നുപോയ ദിനരാത്രങ്ങൾ എന്നെ തന്നെ ഞാൻ മറന്നുപോയി. ഞാനൊരു രക്ഷിതാവാണെന്ന കാര്യം പോലും ഞാൻ മറന്നുപോയി. ഞാനൊരു ഭർത്താവാണെന്ന കഥ, 2 മക്കളുടെ അച്ഛനാണെന്നുള്ള കഥ, എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നു എന്ന കഥ ഞാൻ മറന്നുപോയി. ഇവിടെ അന്നും ഇന്നും എന്നെ ഓർപ്പിക്കുന്ന ഒരു കഥയുണ്ട്. എൻ്റെ സുന്ദരിയായ പെങ്ങളുടെ കഥ. അത് പറയാതെ ഈ കഥ പൂർണ്ണമാവില്ല. അത് പറയാതെ ഈ കഥ പൂർണ്ണമാവില്ല. ഞാനും അച്ഛനും അമ്മയും പെങ്ങളും ഭാര്യയും 2 കുട്ടികളും, അതാണ് എൻ്റെ കുടുംബം. അങ്ങനെ അടിച്ച് പൊളിച്ച് വളർന്ന ഒരു കാലഘട്ടം. പെങ്ങള് +2 പഠിക്കുകയാണ്. പെൺപള്ളിക്കൂടത്തിൽ അവൾ പഠിച്ചുകൊണ്ടിരുന്ന ആ കാലം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ അവൾ മിടുക്കിയായിരുന്നു, സുന്ദരിയായിരുന്നു. ആ കണ്ണുകൾ വിടർന്നു. ആവേശത്തിന്റെ തിരകൾ വന്നണയുന്ന കടൽ തീരം പോലെ വിശാലമായിരുന്നു അവളുടെ പുഞ്ചിരി. പ്രായത്തെ വെല്ലുന്ന ശരീര വളർച്ചക്ക് ആരെയും ആകർഷിക്കാൻ പോകുന്നതായിരുന്നു ആ പുഞ്ചിരി. എല്ലാവർക്കും പ്രിയപ്പെട്ട എൻ്റെ പൊന്നു പെങ്ങൾ അവൾ സുന്ദരിയായിരുന്നു എന്ന് വീണ്ടും പറയാതിരിക്കാൻ വയ്യ. അവൾ സുന്ദരിയായിരുന്നു. 12ാം ക്ലാസ് റിസൾട്ട് വന്ന ഉടനെ അവൾ പറഞ്ഞു, എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, ഉയർന്ന മാർക്ക് എനിക്കുണ്ട്. അമ്മയും അച്ഛനും അവളെ അടുത്തുള്ള വനിതാ കോളേജിൽ ചേർക്കുന്നതിനെ കുറിച്ച് ആലോചനകൾ നടക്കുന്നതായി അവൾക്ക് മനസ്സിലായി. അപ്പോഴാണ് അവൾ പറഞ്ഞത്, വേണ്ടച്ച അമ്മേ, വേണ്ട, ഞാൻ മടുത്തു ഈ പെൺപള്ളിക്കൂടത്തിൽ ചേർന്ന് പഠിച്ചിട്ട്. അവിടുത്തെ കറുത്തിട്ട അമ്മമാർ എനിക്ക് മടുത്തു. അവൾ പറഞ്ഞു പ്രതീക്ഷയോടെ എൻ്റെ നേരെ മുഖമുയർത്തി. അച്ഛനോടും പറഞ്ഞു, അച്ഛ, എനിക്ക് ചേട്ടൻ പഠിക്കുന്ന കോളേജിൽ പഠിച്ചാൽ മതി, അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്, ഞാൻ അവിടെ പോയിക്കോളാം. വളരെ പ്രതീക്ഷയോടെ അവൾ എന്നെ ശ്രദ്ധിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, അച്ഛ, അവൾ മിടുക്കിയാണ്, പഠിക്കാൻ മിടുമിടുക്കി, അവൾ എൻ്റെ കോളേജിൽ പഠിച്ചോട്ടെ, ഞാനും ഉണ്ടല്ലോ കൂടെ. ഒരു ചെറിയ നിശബ്ദത അവിടെ പരന്നിരുന്നു. തീരുമാനമെടുക്കാൻ അച്ഛന് കഴിഞ്ഞില്ല. അച്ഛൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അമ്മയുടെ മുഖം മറച്ചു വെക്കുന്നതാണ് കണ്ടത്. ഉത്തരവാദി അച്ഛനായിക്കോട്ടെ. ഞാൻ അവളെ, അച്ഛൻ പറഞ്ഞു, നിന്നെ ഏൽപ്പിക്കുന്നു. നീ അവൾക്ക് ചേട്ടനും രക്ഷിതാവുമായിരിക്കണം. ലോകം കാണാത്ത കുട്ടിയാണ്. അവളുടെ കണ്ണുകളിൽ പൂത്തിരി കത്തുന്നത് ഞാൻ കണ്ടു. ഒരു തിരയിളക്കം ഞാൻ കണ്ടു. അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് അവളുടെ സന്തോഷം പങ്കുവെച്ചു. അവള് ഇന്ന് ആ കോളേജിന്റെ അഭിമാനമാണ്. വർഷങ്ങൾ കടന്നുപോയി. അവൾ MA ലിറ്ററേച്ചർ ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. ആർക്കും പിടികൊടുക്കാത്ത പ്രകൃതിയായിരുന്നു അവളുടേത്. അവൾ മുന്നേറുകയാണ്. കൊടുങ്കാറ്റിന്റെ മുൻപിലും
പിടിച്ചു നിന്ന് നടന്നു നീങ്ങുന്ന അവളെ ഞാൻ അസൂയയോടെ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞു, എനിക്ക് ജോലി നേടി, വിവാഹവും കഴിഞ്ഞു. ഞാൻ അവളെ പലപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. ഒരാഴ്ചയായി അവൾക്കൊരു ഉന്മേഷമില്ലായ്മ, എവിടെയോ ഒരു നേരിയ ദുഃഖം, അതോ സന്തോഷത്തിന്റെ തുടക്കമോ എനിക്ക് മനസ്സിലായില്ല. ഞാൻ പതുക്കെ ചോദിച്ചു, മോളെ, എന്തു പറ്റി നിനക്ക്? അവളൊന്നും പറഞ്ഞില്ല. പതുക്കെ സ്ഥലം വിട്ടു എൻ്റെ മുൻപിൽ നിന്ന്. അടുത്ത ദിവസം ഞായറാഴ്ചയായിരുന്നു. ഞങ്ങളെല്ലാം ഒന്നിച്ചു കൂടിയപ്പോൾ അവൾ എൻ്റെ മുഖത്ത് നോക്കി ഉമ്മറപ്പടിക്കപ്പുറത്തേക്ക് എന്നെ ക്ഷണിക്കുകയാണ്. എനിക്ക് മനസ്സിലായി അവൾക്ക് എന്തോ പറയാനുണ്ട്. അവൾ അടുത്തടുത്ത് വന്ന് പതുക്കെ എൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്ന പോലെ പറഞ്ഞു, ചേട്ടാ, എനിക്കൊരാളെ ഇഷ്ടമാണ്. അയാൾ മിടുക്കനാണ്, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, നല്ലവണ്ണം പഠിക്കും. എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടമായി. അദ്ദേഹത്തിന്റെ പേര് ഉല്ലാസ് എന്നാണ്. അസ്വാഭാവികതയൊന്നും എനിക്ക് തോന്നിയില്ല. പ്രായത്തിന്റെ കൃതികൃത്യയിൽ അവൾ കണ്ടുപിടിച്ച ആ സുഹൃത്തിനെ ഒന്ന് കാണണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നു. ഞാനൊന്ന് വലിച്ചു നീട്ടി ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ തന്നെ അവൾ സ്ഥലം വിട്ടു. എൻ്റെ പോസിറ്റീവ് ആൻസർ ആണെന്ന് അവൾക്ക് മനസ്സിലായി. അവളൊന്ന് തുള്ളിച്ചാടി അകത്തേക്ക്, അവളുടെ സ്റ്റഡി റൂമിലേക്കാണ് അവൾ പോയത്. ദിവസങ്ങൾ കടന്നുപോയി. ഒരു വെള്ളിയാഴ്ച അവൾ പറഞ്ഞു, ചേട്ടാ, ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ടൂറിന് പോകുന്നുണ്ട്. ഫൈനൽ ഇയേഴ്സ്, ലിറ്ററേച്ചറിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ. അവൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ എല്ലാവരിൽ എൻ്റെ ഉല്ലാസേട്ടനും ഉണ്ട്. ഞങ്ങൾ ഹംപിയിലേക്കാണ് യാത്ര. അവൾ എടുത്തു പറഞ്ഞു, ഉല്ലാസ് കൂടെ ഉണ്ടല്ലോ, അതൊരനുഭവമാവും, എനിക്കൊരാശ്വാസവും. എനിക്ക് വിശ്വാസമുള്ളൊരു മനുഷ്യനും എൻ്റെ കൂടെ ഉണ്ടല്ലോ, മറ്റു സുഹൃത്തുക്കളും. ഞാൻ കണ്ണു തുറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി അവളുടെ കണ്ണുകളിലെ തിളക്കം ഞാൻ കണ്ടു. അമ്മ പറഞ്ഞു, വേണ്ട വേണ്ട, പ്രായം നിറഞ്ഞ പെണ്ണ്, അത്ര ദൂരമൊന്നും പോവണ്ട, അത്രയ്ക്കൊന്നും മിടുക്ക് വേണ്ട. അമ്മയുടെ ശബ്ദം കടുപ്പിച്ചതായിരുന്നു. അച്ഛൻ എൻ്റെ നിശബ്ദതയിലേക്ക് ഊളിയിട്ടിറങ്ങി. ആ മുഖത്ത് ഒരു ചോദ്യഭാവം. പറഞ്ഞു, ദൂരം ഒരു പ്രശ്നമല്ലേ? എടാ, അമ്മ പറഞ്ഞത് ശരിയല്ലേ? ആലോചിച്ച് തീരുമാനമെടുക്കൂ. അച്ഛൻ അവിടെ നിന്ന് പതുക്കെ മുങ്ങി എന്ന് നമ്മുടെ ഭാഷയിൽ പറയാം. അവൾ വാതിൽ മറയിൽ നിന്ന് ഇതെല്ലാം കേട്ടുകൊണ്ടേയിരുന്നു. അച്ഛൻ പറഞ്ഞതും ജ്യേഷ്ഠന്റെ മുഖഭാവവും എല്ലാം അവൾ ശ്രദ്ധിച്ചിരുന്നു. അല്പം മൗനത്തിന് ശേഷം ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മോളെ. അവൾ ഓടി എൻ്റെ മുൻപിലെത്തി. ആ നിമിഷം ഞാനൊരു രക്ഷിതാവായി മാറുകയായിരുന്നു. അച്ഛൻ എനിക്ക് ഏൽപ്പിച്ചു തന്ന എൻ്റെ പൊന്നു പെങ്ങളുടെ രക്ഷിതാവായി മാറുകയായിരുന്നു ഞാൻ ആ നിമിഷം. എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ ഉറക്കെ പറഞ്ഞു, നിനക്ക് നിന്നെ സൂക്ഷിക്കാൻ അറിയാം. അപകടത്തിൽ പെന്ന് ചാടാതെ നീ രക്ഷപ്പെടുക, അറിഞ്ഞുകൊണ്ട് വീഴാതിരിക്കുക, സൂക്ഷിച്ചു മുന്നോട്ട് പോവുക. ശരി, നീ പോകാൻ ഒരുങ്ങിക്കോളൂ. അവൾ ആ തിണ്ണയിൽ നിന്ന് പുറത്തേക്ക് എവിടേക്കോ എന്തെന്നില്ലാത്ത ആഹ്ലാദത്തിൽ ഓടുക മാത്രമാണ് ചെയ്തത്. അത് ഞാൻ കണ്ടു. 2 ദിവസം
അവർ യാത്ര പുറപ്പെട്ട് ഹംപിയിലെത്തി 2 ദിവസം അവിടെ താമസിച്ച് കാഴ്ചകൾ കണ്ട് മടങ്ങി. ഇടയ്ക്ക് ഞാൻ അവളെ വിളിച്ചിരുന്നു, അവൾ എന്നെയും വിളിച്ചിരുന്നു. സുഖമാണെന്നും നല്ല കാഴ്ചകളാണെന്നും ഒരു തകർന്ന സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടെന്നും എല്ലാം അവൾ പറഞ്ഞു. സന്തോഷമായിരുന്നു. ടൂർ കഴിഞ്ഞ് അവർ മടങ്ങിയെത്തി. അവിടെ ഒരു കൃത്രിമ സന്തോഷ പ്രകടനം മാത്രമേ പ്രകടമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അവിടെ പ്രകടിപ്പിച്ചിരുന്നു. അവളുടെ കണ്ണുകൾ പൂർണ്ണമായി തുറന്നില്ലേ? അവളുടെ മുഖത്ത് എന്തോ ഒരു അസ്വസ്ഥതയില്ലേ? ഓ, എന്റെ സംശയങ്ങൾ മാത്രമാണ്. ഞാൻ വിട്ടു. അങ്ങനെ വീണ്ടും 2 മാസങ്ങൾ കഴിഞ്ഞുപോയി. ഹംപി എന്ന ഓർമ്മയിൽ മുന്നോട്ട് പോകുന്ന പെങ്ങളെ ഞാൻ എന്നും കാണാറുണ്ട്. അവൾ അടുത്ത് വരാറുണ്ട്. ഈ ഇടയ്ക്ക് അവൾ എന്നെ ഒഴിവാക്കുന്നില്ലേ എന്നെനിക്കൊരു സംശയവും വന്നിരുന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങി വീട്ടിലെത്തിയപ്പോൾ ഒരാൾക്കൂട്ടം. ഞാൻ ആശങ്കയോടെ ഓടി വീട്ടിനകത്ത് കയറി. കരച്ചിലുകൾ അലർച്ചയായി. ഏതോ ഒരു മൂലയിൽ നിന്ന് സങ്കടം പൊട്ടിയൊഴുകിയ ഒരു ശബ്ദം ഞാൻ കേട്ടു. അവൾ പോയി, അവൾ പോയി. ഒരു ഞെട്ടലോടെയാണ് ഞാനത് കേട്ടത്. അവൾ പോയി. ഞാൻ ഓടി അവളുടെ സ്റ്റഡി റൂമിൽ എത്തി. ഞാൻ കണ്ടത് അവളുടെ പ്രിയപ്പെട്ട കാമുകൻ ടൂറിന് സമ്മാനിച്ച പട്ടുസാരിയിൽ ഫാനിൽ തൂങ്ങിക്കിടന്ന് ആടുന്ന എന്റെ പൊന്നു പെങ്ങളുടെ ചിത്രം. സഹിക്കാൻ കഴിഞ്ഞില്ല. അവളെ നോക്കി ഒരല്പനേരം ആ മുഖത്തേക്ക് ഒരിക്കലും നോക്കിക്കഴിഞ്ഞു. പിന്നെ നോക്കിയില്ല. അവളുടെ കാൽച്ചുവട്ടിലേക്ക് തളർന്നു വീണ എന്നെ എന്റെ സുഹൃത്ത് ശ്രമിച്ചു. സുബോധമില്ലാത്തവനെ പോലെ അലറിക്കൊണ്ട് എന്തെല്ലാമോ പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഓടി. ഞാൻ പുലമ്പിയത് എന്താണെന്ന് എനിക്കറിയില്ല. ആകെ ഒരു വല്ലാത്ത അവസ്ഥ. ഞാൻ ഓർമ്മ വന്നപ്പോ ഒരു സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു. പോസ്റ്റ്മോർട്ടം എന്ന കടമ്പ കഴിയാൻ അല്പ സമയമെടുത്തു. വീണ്ടും കാത്തുവെക്കാനും കേൾക്കാനും വരാനും പോകാനും ആരുമില്ലാത്ത എന്റെ പെങ്ങളുടെ ശവദാഹവും കടമ്പയും കഴിഞ്ഞു. എല്ലാവരും അവരവരിലേക്ക് മടങ്ങി. അന്ന് കാലത്ത് സുഹൃത്ത് വന്ന് അവന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഒന്നുറക്കെ കരയാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ സംസാരിച്ചിരിക്കെ അവൻ ചോദിച്ചു, എടാ, ദുഃഖങ്ങൾ അമർത്തുന്നതിന് പകരം നീയൊന്നുറക്ക പൊട്ടിക്കരയേ, നീയൊന്നുറക്ക പൊട്ടിക്കരയേ. വീണ്ടും നിശബ്ദതയുടെ നിമിഷങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അന്തരീക്ഷമാകെ ഇരുണ്ടു കൂടിയപ്പോൾ ആ നിമിഷം ഒരു ഗ്ലാസ്സിൽ പകർന്ന് വീര്യം കൂടിയ മദ്യം അവൻ എനിക്ക് നീട്ടി. ഇന്നലെ വരെ അതിന്റെ രുചി പോലും മണം പോലും അനുഭവിക്കാത്ത ഞാൻ വേണ്ട എന്ന് കൈകൊണ്ട് മാറ്റി എന്നോടടുപ്പിച്ച് എന്നെ തൊടിവിച്ച് എന്റെ ചുണ്ടുകൾ എത്തിച്ചപ്പോൾ ഞാനത് പിടിച്ചൊരൊറ്റ വലിക്കകത്താക്കി. എന്നിട്ട് ഞാൻ അലറിയൊന്ന് കരഞ്ഞു. എത്ര നേരം എനിക്കറിയില്ല. എന്റെ അലറ് അത് കരയുകയെന്നാണോ പറയുക? അതും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ അലറി കരഞ്ഞതാണ്. പിന്നെയും പിന്നെയും ഞാൻ മദ്യമകത്താക്കി. അവൻ കൊണ്ടുവന്ന മദ്യക്കുപ്പി 2 തകർത്ത് ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു.
എന്റെ ദേഷ്യം തീർത്തതാണോ? നിലത്ത് വീണ് പൊട്ടിച്ചിതറിയ മദ്യക്കുപ്പികളുടെ പ്രകാശം എന്റെ ദേഷ്യമായി പുറത്തു വന്നതാണോ? എനിക്കറിഞ്ഞുകൂടാ. അവിടെ കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞു, മുന്നോട്ടു പോയി, എന്തെല്ലാമോ ചെയ്തു. എല്ലാ ദിവസത്തിന്റെ അന്ത്യത്തിലും മദ്യക്കുപ്പികൾ എന്റെ മുൻപിൽ ഞാൻ കൊണ്ടുവന്നതും എന്റെ സുഹൃത്ത് എന്നെ ഏൽപ്പിച്ചതും ഈ ദുഃഖത്തിൽ നിന്നും മാറാൻ ഇല്ല. എനിക്കതിന് കഴിഞ്ഞിരുന്നില്ല. മാസങ്ങൾ കഴിഞ്ഞു, കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞു. ഞാൻ മറന്നുപോയൊരു സത്യമുണ്ടായിരുന്നു. ഞാൻ ഒരു രക്ഷിതാവാണെന്ന സത്യം ഞാൻ മറന്നുപോയി. ഞാനൊരു അച്ഛനാണെന്നും ഞാനൊരു ഭർത്താവാണെന്നും എല്ലാം കാലിയാക്കുന്ന ഗ്ലാസ്സിൽ നുരയുന്ന മദ്യത്തിൽ ആ ജോലിയിൽ വ്യാപൃതനായ ഞാൻ എന്നെ പൂർണ്ണമായും എനിക്ക് സുബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ അന്വേഷിച്ചു, എനിക്ക് താളം തെറ്റിയത് എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ്? അതിന് എനിക്ക് ഉത്തരം കിട്ടാൻ അല്പസമയം വേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. ഉത്തരം കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ആസക്തികളായിരുന്നു. മദ്യം എനിക്ക് സമ്മാനിച്ച ആസക്തികളായിരുന്നു. എൻ്റെ ആസക്തികൾ എന്നെ നേർവഴിയിൽ നിന്നും അടർത്തി മാറ്റി. എൻ്റെ കാഴ്ച എൻ്റെ ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും ദിശ മാറ്റി വിട്ടു. അവരെ ഞാൻ ആസക്തികളുടെ പുകമറയിൽ പിടിച്ചു നിർത്തി. എൻ്റെ മക്കൾ വർണ്ണപ്പൂമ്പാറ്റകളാകുന്നതിനു മുമ്പ് അവരെ ഞാൻ പ്യൂപ്പാവസ്ഥയിൽ തന്നെ ഞെരിച്ചു കളഞ്ഞല്ലോ. ഇനി എനിക്ക് രക്ഷിതാവണം. സ്നേഹനിധിയായ ഭാര്യയുടെ, എൻ്റെ കണ്ണിലുണ്ണികളായ മക്കളുടെ, എനിക്കെല്ലാമായിരുന്ന മാതാപിതാക്കളുടെ രക്ഷിതാവാകണം. എൻ്റെ കണ്ണുകളുടെ തിമിരാവസ്ഥയിൽ നിന്ന് ഞാൻ മാറി. കാണാക്കാഴ്ചകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. എൻ്റെ കുടുംബം എപ്പോഴാണ് എനിക്ക് നഷ്ടപ്പെട്ടത്? എൻ്റെ ഭാര്യയെ നഷ്ടപ്പെടുത്തിയത് എപ്പോഴാണ്? അത് എനിക്ക് വേണ്ടിയുള്ള എൻ്റെ ഭാര്യയുടെ കാത്തിരിപ്പുകൾ നീണ്ടപ്പോഴാണെന്ന് എനിക്ക് മനസ്സിലായി. അവൾ എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുകൾ നീണ്ടപ്പോഴാണ് അവൾ എനിക്ക് നഷ്ടപ്പെട്ടത്. വീണ്ടും എൻ്റെ മക്കൾ എപ്പോഴാണ് എനിക്ക് നഷ്ടപ്പെട്ടത്? സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഒത്തിരി വിശേഷങ്ങൾ പറയാൻ കാത്തു വെച്ചുകൊണ്ടിരുന്ന എൻ്റെ മക്കൾക്കും അതിന് അപ്പനോട് പറയാൻ കഴിയാതെ വന്നു. രാത്രികളുടെ ഏതോ യാമങ്ങളിൽ മക്കളും നഷ്ടപ്പെട്ടു. അച്ഛനോട് പറയാനുള്ളതൊന്നും പറയാൻ കഴിയാതെ വേദനയോടെ തളർന്നുറങ്ങിയപ്പോൾ എൻ്റെ മക്കളും എനിക്ക് നഷ്ടപ്പെടുകയായിരുന്നു. ശരീരവേദനയ്ക്ക് മരുന്നിനൊപ്പം സാന്ത്വന വാക്കുകൾക്കായി കാത്തിരുന്ന മടുത്ത മാതാപിതാക്കൾ നെടുവീർപ്പോടെ തളർന്നുറങ്ങിയപ്പോൾ ഞാൻ ആദ്യമായി അന്യനായി മാറി. ശരീരവേദനയ്ക്കുള്ള മരുന്നിനും സാന്ത്വന വാക്കിനും കാത്തിരുന്ന മടുത്ത മാതാപിതാക്കൾ നെടുവീർപ്പോടെ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ അന്യനായി. സുപ്രഭാതങ്ങളിൽ കുറ്റബോധത്തോടെ പൊടിതട്ടി പുറത്തിറങ്ങി എങ്ങോട്ടെന്നില്ലാതെ നടന്നു നീങ്ങിയപ്പോൾ എന്നെ നോക്കി കണ്ണീരൊഴുക്കിയ ഭാര്യ, മക്കൾ പരസ്പരം നോക്കി കാലിയായ വയറും നിറസഞ്ചി പുസ്തകവും തൂക്കി സ്കൂളിലേക്ക് ഉച്ചക്കഞ്ഞിയുടെ മധുരത്തിലേക്ക് മനസ്സ് കണ്ട് നടന്നകന്നപ്പോ ഞാൻ അന്യനായി. ഉച്ചക്കഞ്ഞിയുടെ മാധുര്യത്തിലേക്ക് അവർ നടന്നകന്നപ്പോൾ ഞാൻ അന്യനായി. വിധിയെ പഴിച്ചു മുറിയുടെ മൂലയിൽ ചടഞ്ഞിരുന്നു ഭാര്യ ഉറങ്ങിയപ്പോൾ
ഞാൻ പൂർണ്ണമായും അന്യനായി. എന്റെ തോളിൽ ചായേണ്ട അവൾ ചുമരോട് ചാഞ്ഞ് മയങ്ങിയുറങ്ങിയപ്പോൾ ഞാൻ വീണ്ടും അന്യനായി. അന്ന് അതും സംഭവിച്ചു. ഞാൻ പലകുറി ചിന്തിച്ചു, ഞാൻ ഇത്രയേറെ അധപ്പതിക്കാൻ എന്താണ് കാരണം? എന്തായിരുന്നു? അന്ന് അതും പുറത്തു വന്നു. എന്റെ മനസ്സിന്റെ കോണിൽ ആരെയും അറിയിക്കാതെ ഞാൻ സൂക്ഷിച്ച ആ ദുഃഖസത്യം എന്റെ പൊന്നു പെങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടന്ന റിപ്പോർട്ട് എന്റെ സുഹൃത്ത് എന്നെ ഏൽപ്പിച്ച ദിവസം, ആ നഗ്നസത്യം ഞാൻ അറിഞ്ഞ ആ നിമിഷം ഞാൻ തകർന്നുപോയി. അതുവരെ പിടിച്ചു നിന്ന് ഞാൻ തകർന്നുപോയി. ആ സത്യം മറ്റൊന്നുമായിരുന്നില്ല. കയറിൽ തൂങ്ങിയാടുന്ന എന്റെ പെങ്ങൾ 2 മാസം ഗർഭിണിയായിരുന്നു എന്ന സത്യമാണ് എനിക്കറിയാൻ കഴിയും. എത്ര മാച്ചാലും തൂത്താലും പോകാത്ത ആ കളങ്കം അവളുടെ കാമുകൻ നൽകിയ പട്ടുസാരിയേക്കാൾ വലിയ സമ്മാനമായിരുന്നു അത്. സാധിച്ചില്ല, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അന്ന് ആരോടെല്ലാമോ ഉള്ള വെറുപ്പടങ്ങാതെ, കോപം അടങ്ങാതെ എല്ലാം മധ്യത്തിൽ കഴുകിക്കളയുകയായിരുന്നു. സ്വന്തം വീടിനെ ലക്ഷ്യമാക്കി വിറയാർന്ന കാലുകൾ ചലിപ്പിച്ച് വീടെത്തുന്നതിന് മുമ്പ് തന്നെ കാലിടറി ഞാൻ നിലം പതിച്ചു. ആ കിടപ്പിന്റെ അന്ത്യത്തോടെ അടുത്തപ്പോൾ ഒരു ഞെട്ടലോടെ ഞാൻ പറഞ്ഞു, എനിക്ക് ഉയർത്തെഴുന്നേൽക്കണം, അത് എനിക്ക് അത്യാവശ്യമാണ്. ആ കിടപ്പിൽ ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഞാൻ സന്തോഷവാനായി ഉയർത്തെഴുന്നേൽക്കുകയാണ്. നാണം കൊണ്ട് എന്റെ തല കുനിയുമായിരിക്കും. ഇല്ല, അത് സാരമില്ല. ഇരുട്ടിൽ വരച്ച ചിത്രങ്ങളെല്ലാം മാച്ച് വെളിച്ചത്ത് പുതിയ ചിത്രം വരയ്ക്കണം. ഞാനത് ഉറപ്പിച്ചു. ഇനി മറ്റൊരു യാത്രയില്ല. ഒരു പുതിയ ചിത്രം ഞാൻ വരയ്ക്കാൻ തയ്യാറായി. നേരം പരപരാ വെളുത്തിരിക്കുന്നു. എനിക്ക് അല്പം വെള്ളം കുടിക്കണമെന്നുണ്ട്. ഏതാണ്ടൊരു അബോധാവസ്ഥയിൽ തന്നെയാണ് ഞാൻ അവിടെ കിടന്നത്. തലേന്ന് രാത്രി വീണുറങ്ങിയത് എന്റെ വീടിന്റെ മുൻപിലായി. കാലത്ത് ഭാര്യ കാണുന്ന കാഴ്ച എന്റെ തലയിൽ പട്ടി മയിൽക്കുറ്റിക്ക് മുകളിൽ മൂത്രമൊഴിക്കുന്ന പോലെ കാലുപൊക്കി എന്റെ തലയിൽ മൂത്രമൊഴിക്കുന്ന ചിത്രമായി. ദാഹിച്ചുകൊണ്ടിരുന്ന എനിക്ക് ആ പട്ടിമൂത്രം അമൃതായി തന്നെ ഞാൻ കുടിക്കുകയായിരുന്നു. ഈശ്വര, എന്നെ കണ്ട് ആരാണ് എനിക്ക് ഈ വെള്ളം തന്നത്? ഉള്ളിൽ തോന്നിയ ആ നിമിഷം ഭാര്യ ഓടി വന്നു. അവൾ എന്നെ താങ്ങിയെടുത്ത് വേച്ച് വീടിന്റെ വരാന്തയിൽ കിടത്തി. മറ്റാരെങ്കിലും കണ്ടോ? അപ്പോഴും അവൾ അതായിരുന്നു ശ്രദ്ധിച്ചത്. അരബോധത്തിൽ അവൾ എന്റെ ചെവിക്കടുത്ത് വന്നു എന്റെ കാൽക്കലൊന്ന് തൊട്ടിട്ടൊരു ചോദ്യം ചോദിച്ചു. ഹേ മനുഷ്യ, എനിക്കും എന്റെ മക്കൾക്കും ഒരല്പം വിഷം വാങ്ങി തരാമായിരുന്നില്ലേ? ഭാര്യയിൽ നിന്ന് ഉയരുന്ന തേങ്ങലടി പതുക്കെ പതുക്കെ ഇല്ലാതായപ്പോൾ ഞാൻ വീണ്ടും അന്യനായി. ഈ കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സർ. നന്ദി. സാർ കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തു സർ. റോയ് സാർ. അവിടെ അവസാനിച്ചു. റോയ് സാർ തുറന്നു.
ഒരു മദ്യപാനിയായ സാഹചര്യങ്ങളും അതിലൂടെ അയാൾക്ക് സംഭവിച്ച കാര്യങ്ങളും ആണ് ഇവിടെ വേണൻ സാറ് വളരെ ഭംഗിയായി അവതരിപ്പിച്ചത്. എങ്ങനെ ഞാൻ അന്യനായി, നല്ലൊരു ടൈറ്റിലും. അപ്പോ അന്യനാകുന്നത് എങ്ങനെ എന്നത് അവസാനേ അറിയുന്നുള്ളൂ എന്നതാണ് ഇതിനകത്തൊരു പ്രധാനമായൊരു വിഷയമായിട്ട് തോന്നിയത്. വളരെ സ്നേഹത്തോടെ എല്ലാം ഒരു സാഹചര്യം വരുമ്പോൾ മനുഷ്യൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പ്രക്രിയ ആണ് ഇത്. അത് അവസാനം, അതിൻ്റെ അവസാനമാണ് ഈ അന്യനാകുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരും. ഈ ബുദ്ധിമുട്ടുകളൊക്കെ എളുപ്പത്തിൽ മറക്കാൻ പറ്റുന്ന ഒരു വസ്തുവായി മദ്യത്തെ ആശ്രയിക്കുന്ന ഒരാളാണ് ഇവിടെ അന്യനാകുന്നത്. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങൾ കൊണ്ടാണ് പല ആൾക്കാരും ഇതുപോലെ മദ്യത്തിന് അടിമയായി അന്യനാകുന്നത്. അത് മനസ്സിലാക്കി അവരെ നേരായ വഴിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന മാർഗങ്ങളാണ്, അന്യരല്ലാതായിത്തീരേണ്ട സാഹചര്യങ്ങളാണ് നമ്മൾ ഒരുക്കേണ്ടത്. അതിൽ നിന്നും അന്യരാകാതിരിക്കാൻ സാധിക്കും എന്നതാണ് ഞാൻ മനസ്സിലാക്കി. പക്ഷെ സാറ് വളരെ ഭംഗിയായി ആ ഒരു അടുത്തറിയാവുന്ന ഒരു വ്യക്തിയുടെ അന്യനായ സാഹചര്യങ്ങൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. കുടുംബത്തോട് സ്നേഹമുണ്ട്, സഹോദരങ്ങളോട് സ്നേഹമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഒരു വേർപാടിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പറ്റിയത് അത് തിരിച്ചറിയാൻ അവസാനം തിരിച്ചറിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേറെ മാർഗമില്ല. അന്യനായി തന്നെ തുടരേണ്ടി വരും എന്നതാണ് ഈ കഥയുടെ സ്ഥാനം. ഓക്കെ സാർ. താങ്ക് യു സാർ. വേണുഗോപാൽ സാർ. ഉലയനാൻ സാറിൻ്റെ കഥാപാത്രത്തോട് സഹതാപം തോന്നുകയാണ്. കാരണം പെങ്ങളുടെ മരണം അദ്ദേഹത്തെ തളർത്തിക്കളഞ്ഞു. അദ്ദേഹം ഒരു കുടുംബസ്നേഹിയായിരുന്നു. ആ തളർന്ന മനസ്സിന് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ സുഹൃത്തിൻ്റെ സൽക്കാരം അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷേ അത് പിന്നീട് കൂടുതൽ ദുരന്തത്തിലേക്ക് കലാശിക്കും എന്നുള്ളത് പിന്നീടുള്ള അനുഭവങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം തീരെ മദ്യപാനിയല്ലാതിരുന്ന ഒരു വ്യക്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട, താൻ സ്വന്തം ഏട്ടനേക്കാൾ ഉപരി താനൊരു രക്ഷിതാവ് എന്നുള്ള അഭിമാനിച്ച ആ നിമിഷം സ്വന്തം പെങ്ങൾ അല്ലെങ്കിൽ മകളെ പോലെ ഉള്ള ഒരു കുട്ടിയുടെ വേർപാട് അദ്ദേഹത്തിനുണ്ടാക്കിയ ഈ മാറ്റം, അതാണ് നമുക്ക് സഹതാപം അദ്ദേഹം നമ്മുടെയുള്ള സഹതാപം അദ്ദേഹം ആർജിക്കുവാനിടയായത്. പിന്നീട് പിറ്റേന്ന് അദ്ദേഹം ഈ കുട്ടിയുടെ ഈ പെങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാത്തിരിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ഉടനെ അത് കൂടുതൽ ദുരന്തത്തിലേക്കാണ് കലാശിച്ചത്. അതോടെ ഇതുവരെ തളർന്നിരുന്ന അദ്ദേഹം കൂടുതൽ അദ്ദേഹത്തിന് തിരിച്ച് വരാൻ പറ്റാത്തൊരു ലോകം, ആ ഒരു വിസ്മൃതിയിൽ, അതായത് സ്വന്തം ഭാര്യ, മക്കള്, ഇവരെ സംരക്ഷിക്കേണ്ട ഒരു മനുഷ്യന് അതെല്ലാം വിസ്മൃതിയിലേക്ക് മാഞ്ഞ് പോയ ഒരു പ്രത്യേക ലോകത്തെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, സ്വന്തം വീട്ടിൻ്റെ മുൻപിൽ കിടന്നുറങ്ങിയ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു പട്ടി വന്ന് മൂത്രമൊഴിച്ചപ്പോഴും അതും
അദ്ദേഹത്തിന് അത് പിന്നെ ഒരു അമൃതായി തോന്നുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കിതിൽ വിഷമകരമായ കാര്യം. അദ്ദേഹത്തിൻ്റെ ഈ സാഹചര്യത്തിൽ, ഈ പരിസ്ഥിതിയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയെയും സ്വന്തം മക്കളെയും അദ്ദേഹത്തിന് സംരക്ഷിക്കുവാനോ അവരോട് നല്ല വാക്കുകൾ പറയാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ മദ്യപാനത്തിൻ്റെ ഏറ്റവും ദുരന്തമായ ഒരു അനുഭവമാണ് കുലയൻ സാറ് അദ്ദേഹത്തിൻ്റെ ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള നന്ദിയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. താങ്ക് യു സാർ. മണിയൻ സാർ കേൾക്കാം, അൺമ്യൂട്ട്. കഥ നല്ല കഥയാണ്. അതിനേക്കാൾ പ്രസന്റേഷൻ വളരെ ഇഷ്ടപ്പെട്ടു. മറ്റേ സ്നേഹനിധിയായിരിക്കുന്ന കുടുംബനാഥൻ സാഹചര്യങ്ങളുടെ അടിമയായി മദ്യത്തിന് അടിമയാകുന്നു. അതിനെ നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഓരോ വാക്കുകളും, പെൺ വളർന്നു സുന്ദരിയായി, അവൾ തീരകൾ പോലെ ശരീരത്തിന്റെ വളർച്ച വന്നു, 12ാം ക്ലാസ് നല്ലതുപോലെ മനസ്സിലായി, M.Tech പഠിക്കുന്നു, ജോലിയിൽ പ്രവേശിച്ചു, പക്ഷേ പ്രേമമുണ്ടായി. അത് യഥാർത്ഥമായിട്ട് അച്ഛൻ്റെ അടുത്ത് സംഭവം പറയാണ്. അച്ഛന്മാര് മകൾക്ക് കൊടുക്കുന്ന അമിതമായ ഒരു സ്വാതന്ത്ര്യം അമ്മ അത് തടുക്കുന്നു, അവിടെ പോകണ്ടെന്ന്. അത് ഇതിന്റെ കൂടെ ഉണ്ട്. സാധാരണ പെൺമക്കൾക്ക് അച്ഛൻ അധിക സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതും ഇതിന്റെ അടുത്തുണ്ട്. അധിക സ്വാതന്ത്ര്യം കൊടുത്തുപോയി എന്ന് ഉള്ള ഒരു കാര്യം അതിലുണ്ട്. പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കാൻ പറ്റില്ല, പിള്ളേർ ഇങ്ങനെ ചെയ്യുന്നറിയില്ല. അപ്പൊ ടൂർ പോകുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് സൈലന്റ് ആയിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കഥ വായിച്ചു വരുമ്പോൾ നമ്മളതിൽ മനസ്സിലാക്കണം. അവസാന ഭാഗം കാമുകന്റെ വീട്ടിൽ പോകുന്നു, രക്ഷകർത്താക്കളുടെ മാറ്റം, ജീവിതം വഴി തെറ്റുന്നത് നല്ല രീതിയിൽ. അവസാന ഭാഗം ഭാര്യ തന്നെ പറയുന്നവർക്ക് ഈ മദ്യം വിഷം തന്ന് ഞങ്ങളെയും കൂടെ, അതാണ് നമ്മൾ ചില പേപ്പറിൽ കാണിക്കുന്ന കുടുംബാത്മഹത്യ എന്നൊക്കെ പറയുന്നില്ലേ. ഇതുപോലെ സമനില തെറ്റുന്നത് മദ്യത്തിലൂടെ മനുഷ്യൻ സമനില തെറ്റുമ്പോൾ മദ്യത്തിന് അടിമയാകുന്നു. ഇത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കഥ എല്ലാവർക്കും ഗുണപാഠമാകട്ടെ. ഓക്കെ സാർ, താങ്ക് യു. ടോമാർ സാർ, ശുദ്ധോധന ഡോക്ടർ ഉണ്ടോ? ഉണ്ട് സാർ, ഞാൻ പറയട്ടെ. പറയൂ. ഉലയണ്ണൻ സാർ ഈ കർക്കിടക സന്ധ്യയില് ഇതുപോലൊരു സങ്കടം ഉള്ള ഒരു കഥ പറഞ്ഞ് വിഷമിപ്പിച്ച് കളഞ്ഞു. കാരണം ഈ പുറത്തിപ്പോ വീടിന്റെ പുറത്ത് ഭയങ്കര മഴ ഇങ്ങനെ ആർത്തലച്ച് പെയ്യാണ്. അപ്പൊ അതിന്റെ ഒരു മ്ലാനതയും ഒരു ഗ്ലൂമി മൈൻഡും ആയിട്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പൊ സാറ് ഇതിങ്ങനെ നാടകീയമായിട്ട് ഈ കഥ അവതരിപ്പിച്ച് വല്ലാതെ വിഷമിപ്പിച്ച് കളഞ്ഞു. അത് പ്രകൃതി പുറത്ത് കണ്ണീരൊഴുക്കുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ സാർ അത് ഇങ്ങനെ അന്യനാകുന്ന സന്ദർഭങ്ങളും ഒക്കെ പറഞ്ഞു കൽപ്പിച്ചു. അപ്പൊ അതില് ഒന്ന് പ്രണയ ദുരന്തം, ഇത് പണ്ട് മുതലേ ഉള്ള വിഷയമാണ് പ്രണയ ദുരന്തം. പക്ഷെ ഈ ആധുനിക കാലത്തും ഇതുപോലെ സംഭവിക്കുന്നത് പണ്ടേ പഴഞ്ചൊല്ലുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇല ചെന്ന് മുള്ളിൽ വീണാലും ആർക്കാണ് കേടുപറ്റുക എന്നുള്ളത്. പിന്നെ മദ്യം ഒരുപാട് പേരെ ഇതുപോലുള്ള മഹാദുഃഖങ്ങളിൽ മരുന്നായിട്ട് ഒക്കെ ഉണ്ട്. മധു പണ്ട് പാടി അഭിനയിച്ചൊരു സിനിമ, ദുഃഖങ്ങൾക്ക് ഇന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു എന്ന് പറഞ്ഞുള്ള പാട്ടിലൊക്കെ ഈ എന്ത് ദുരന്തം ഉണ്ടായാലും അത് മദ്യത്തിൽ ഒഴുക്കി കളയാനോ അല്ലെ അതിൽ അഭയം തേടിയിട്ട് രക്ഷപ്പെടാനോ കഴിയില്ല എന്നുള്ളിടത്താണ് ഈ കൗൺസിലേഴ്സിന്റെയും അതേപോലെ തന്നെ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരുപാട്, അതും ധാരാളം മദ്യപാനികളുള്ള ഒരു നാട്ടിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. അപ്പോ ഇയാള് സഹോദരിയുടെ ദുരന്തത്തിൽ വിഷമിച്ചിട്ട് മദ്യപിക്കുന്നു. പക്ഷെ ധാരാളം പേര് ഈ യാതൊരു വിഷമവും ഇല്ലാതിരിക്കുന്ന അടുത്ത് മദ്യപിച്ചിട്ട് ഈ പാലക്കാട് ഉലയണ്ണൻ സാർ എനിക്കൊക്കെ അറിയാം, വലിയ ക്ലബ്ബുകളിലൊക്കെ ഈ മദ്യപിക്കാൻ വേണ്ടി മാത്രം അംഗത്വം എടുക്കുകയും വൈകുന്നേരം മദ്യപിച്ചിട്ട് ഛർദ്ദിച്ചിട്ട് മുണ്ടൊക്കെ അഴിഞ്ഞു പോയി പോകുന്നവരെയൊക്കെ കാണാറുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതില് പക്ഷെ അതിനകത്തൊരു 2-3 മദ്യത്തിന്റെ പണ്ട് മുതലെയുള്ള ഒരു ദുരന്തമാണെങ്കിൽ പോലും 2-3 കാര്യങ്ങളുണ്ട്. അപ്പൊ അതായത് ഈ പാലക്കാട് കോളേജായ മേഴ്സിയിൽ അഡ്മിഷൻ വേണ്ട, വിക്ടോറിയയിൽ മതി എന്നാണ് ഇപ്പൊ പെൺകുട്ടികളുടെ ഡിമാൻഡ്.
കാരണം അവിടെ കമ്പൈൻ സ്റ്റഡി ഉണ്ട്, ധാരാളം ആഹ്ലാദങ്ങളുണ്ട് എന്നൊക്കെ. പിന്നെ ഒരു റീൽസ്, ഒരു പരസ്യം വന്നിരുന്നു ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിന്റെ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പ്രണയത്തിന് സാധ്യതയുണ്ട്, അതുകൊണ്ട് വന്നോളൂ എന്നും പറഞ്ഞിട്ട് അവരെ ഏൽപ്പിച്ച ഏജൻസി പരസ്യം ചെയ്തത് കുട്ടികളുടെ മനസ്സറിഞ്ഞുകൊണ്ടാണ് അവർ പരസ്യം ചെയ്തത്. ഒരു പയ്യൻ ലൈബ്രറിയിൽ വരുന്ന ബുക്ക് എടുക്കുന്നു, അപ്പൊ പ്രണയത്തിന് സാധ്യതയുള്ള കോളേജ് എന്ന് വരെ പറഞ്ഞിട്ടുള്ള പരസ്യ ചതിക്കുഴികൾ ധാരാളം കാത്തിരിക്കുന്ന ഒരു കാലമാണിത്. ഇതുപോലെ സ്റ്റഡി ടൂറുകളൊക്കെ ഇപ്പം വലിയ അഴിഞ്ഞാടലുകളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു സത്യം തന്നെയാണ്. ഇവിടെ ഞാൻ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല, അത് വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയുന്ന കാര്യമാണ്. ഹയർ സെക്കൻഡറിയിലെ 6-7 കുട്ടികൾ ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഗർഭിണികളായി. അതൊരു നാട്ടിൽ ചർച്ചയായി, പക്ഷെ അത് പത്രത്തിലൊന്നും വരാതെ ഒതുക്കി തീർക്കുന്ന ഒരു സംഭവമായിട്ട് മാറാൻ. അതേപോലെ തന്നെ ഒരു കോളേജിൽ ഈ ഗ്രൂപ്പ് ഡാൻസ് അനൗൺസ് ചെയ്തു. അപ്പൊ ഞാനും അവിടെ ഗസ്റ്റായിട്ട് ചെന്നിരുന്നതാണ്. ഗ്രൂപ്പ് ഡാൻസ് കളിക്കാനായിട്ട് ഇതിൽ ടീം വരുന്നില്ല. അപ്പോഴന്വേഷിച്ചു പിന്നാണ് അറിഞ്ഞത് അതിൽ ഈ മിരിണ്ടയിൽ മദ്യം കലർത്തിയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ അത് പങ്കുവെച്ച് കുടിക്കുകയും, പക്ഷെ ആൺകുട്ടികളെ അത് വേണ്ടത്ര ബാധിക്കാത്തതുകൊണ്ട് ഈ പെയർ ഡാൻസ് എന്ന് പറയുന്ന ആണും പെണ്ണും കൂടെ ഒന്നിച്ച് ചേർന്ന് കളിക്കുന്ന ഡാൻസ് ആയിരുന്നു. പെൺകുട്ടികൾക്ക് 4 പേർക്ക് കാലുറയ്ക്കാതെ ആ ഡാൻസ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ പണ്ടൊക്കെ ഇതൊക്കെ ഈ കഥാകാരന്മാര് അല്ലെങ്കിൽ എഴുത്തുകാരൊക്കെ സങ്കല്പിച്ചുണ്ടാക്കിയിട്ടും അവര് എഴുതണമായിരുന്നു. പക്ഷെ ഇതൊന്നുമല്ല. നമ്മൾ ചുറ്റും ഒന്ന് നോക്കിയാൽ തന്നെ വളരെ വളരെ ആപത്ത് കാലമായിട്ട് ഉള്ള ഒരു കാലഘട്ടത്തിലാണിത്. പ്രണയ ദുരന്തം നമുക്കറിയാം അത്. പക്ഷെ ഇതില് ഈ മദ്യത്തിന്റെ ലഭ്യതയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ പാലക്കാട് നമ്മുടെ ചിറ്റൂർ ഷുഗേഴ്സിൽ 15,000 ലിറ്റർ ജവാൻ എന്ന് പറഞ്ഞ മദ്യം ഉണ്ടാക്കാൻ തീരുമാനം എടുത്തു. അതിന്റെ കരാറും കൊടുത്തു എന്നും പറഞ്ഞ് ഇന്ന് പത്രത്തിൽ വലിയൊരു വികസന റിപ്പോർട്ടായിട്ട് ഇന്നത്തെ പത്രത്തിൽ വായിച്ചു. അപ്പൊ MP രാജേഷ് മന്ത്രി, ഞങ്ങളുടെ മന്ത്രിയാ, അദ്ദേഹം വളരെ ആഹ്ലാദത്തോടെ പറഞ്ഞിരിക്കുന്നു, ഇനി ജവാൻ മദ്യം പാലക്കാട് നിന്നുണ്ടാകുന്നു എന്നും പറഞ്ഞിട്ട്. ഇത് കുടിച്ചു തീർക്കാൻ തമിഴ്നാട്ടിൽ നിന്നൊന്നും ആളുകൾ വരില്ലല്ലോ, ഇവിടെയുള്ള ആളുകളല്ലേ അത് കുടിക്കുകയുള്ളൂ. അതേപോലെ ഒരു പരസ്യം കണ്ടു, ഒരു വാർത്ത കണ്ടു. ഈ ബിയറും അതേപോലെ തന്നെ വൈനും ഒക്കെ വീട്ടില് നമ്മുടെ ഈ മദ്യപാനി മാനാഭിമാനങ്ങളെല്ലാം സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത ഒരാളായി പോകുന്നതും, നായ മൂത്രമൊഴിക്കാൻ പാകത്തിന് വീട്ടുമുറ്റത്ത് കിടക്കുന്നതും, വീട്ടിലെ ദാരിദ്ര്യവും മക്കളുടെ ദുഃഖവും, ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി കുട്ടികൾ സ്കൂളിൽ പോകുന്നതും, അതേപോലെ തന്നെ ഈ മിക്സഡ് കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ യാതൊരു മര്യാദയില്ലാതെ അഴിഞ്ഞാട്ടം. അധ്യാപകരുടെയൊക്കെ നേരത്തെയൊക്കെ അധ്യാപകർ രക്ഷിതാക്കൾക്ക് തുല്യമോ അല്ലെ രക്ഷിതാക്കളെക്കാൾ ഏറെ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഇപ്പോ അധ്യാപകർ പോലും ഈ കള്ള സർട്ടിഫിക്കറ്റുമായിട്ടും ഒക്കെ ജോലിക്ക് കയറുന്ന അധ്യാപകരും ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഭീഷണിക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നവരും ഒക്കെ ആയിട്ട് മാറിപ്പോയ ഒരു കാലഘട്ടത്തിൽ ഈ കഥയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇത് പഴക്കച്ചവയുള്ള കഥയാണെന്നൊന്നും പറയണ്ട. ഈ തലതിരിഞ്ഞ എഴുത്തുകാരേക്കാൾ ഏറെ ഇതുപോലുള്ള ഗുണപാഠ കഥകളാണ് നമ്മളെപ്പോലുള്ള ഗൃഹസ്ഥന്മാർക്ക്, കുടുംബമുള്ളവർക്ക്, സഹോദരിമാരും പേരക്കുട്ടികളും ഒക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള കഥകൾ അപൂർവമായിട്ട് ഇപ്പൊ കേൾക്കാനുള്ളു. പക്ഷെ എങ്കിലും നന്നായി. പക്ഷെ സാറൊരു കാഥികനെ പോലെ ഇത് അവതരിപ്പിച്ച് വിഷമിപ്പിച്ച് കളഞ്ഞു കേട്ടോ. വെറുതെ ഇങ്ങനെ വായിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും സങ്കടപ്പെടില്ലായിരുന്നു. ഇത് സാറ് അതിങ്ങനെ എതൾ വീരടർത്തി കൊണ്ടുപോയിട്ട് അവസാനം നമ്മളെ വല്ലാതെ, സത്യമാണ്, ഞാൻ ഈ കർക്കിടക സന്ധ്യയ്ക്ക് ഇവിടെ ഇരുന്ന് വല്ലാതെ വിഷമിച്ചു പോയി. എങ്കിലും നല്ലൊരു കഥ അനുഭവമായിരുന്നു. ഉലയനാൻ സാറിന് അഭിനന്ദനങ്ങൾ. ഉലയനാൻ സാറെ ഒരു പ്രതിവിധി പറഞ്ഞു കൊടുക്കൂ. കുമാർ സാർ ഉണ്ടോ? ഓക്കെ, അത് ഉലയനാൻ സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്യൂ. നമുക്ക് അതിനൊരു പരിഹാരവും കൂടെ കാണും. അഡ്മിറ്റ് ചെയ്തു സാർ. ഈ കഥക്കുള്ള, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വേരുകള്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുടുംബത്തിൽ നടന്ന ഒരു കഥ എൻ്റേതാക്കി ആ സംഭവം ഞാൻ എൻ്റെ ഭാഷയിലാക്കിയതാണ്. ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയപ്പോൾ വിജയൻ സാറ് പറഞ്ഞ 3-4 പോയിന്റുകളാണ് അതിനകത്ത് കയറ്റേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നേരത്തെ കണ്ണൻ സാറ് സാറിന്റെ പറഞ്ഞപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യം അനുവദിച്ചത് ഈ ആങ്ങളെ തന്നെയായിരുന്നു. ആങ്ങളെ പറഞ്ഞ വാക്കുകളുണ്ട്. അവൾക്ക് പ്രായപൂർത്തിയായി,
അവള് സ്വന്തം തീരുമാനം എടുക്കാൻ കഴിവുള്ളവരാണ്. അത് മാത്രമല്ല, അവള് PG ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടിയാണ്. അവളിൽ നിന്ന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഉല്ലാസ് എന്ന കുട്ടിയുമായുള്ള ഒരു സ്നേഹബന്ധം സഹോദരനോട് ചെന്നവള് തുറക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് മറ്റുള്ള കാര്യം സംഭവിച്ചത് എന്ന് നമുക്ക് അതിൽ പറയുന്നില്ല. പക്ഷെ ആ കഥയിലെ തീവ്രത രണ്ട് വാചകങ്ങളിലാണ്. ഒന്ന്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ പേപ്പർ കയ്യിൽ കിട്ടി അന്ന് ചുരുട്ടിപ്പിടിക്കുകയും ആ മനുഷ്യൻ മറ്റൊരു വ്യക്തിയായി മാറുകയും ചെയ്തു. കാരണം അയാൾ ഉയർത്തിക്കൊണ്ടുവന്ന തന്റെ പെങ്ങളെ കുറിച്ചുള്ള മൊത്തം തകർന്നടിയുന്ന ഒരു ചിന്തയായിരുന്നു. ആ മാതാപിതാക്കൾക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ്, അവൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ പേടിക്കാനില്ല. അവളുടെ ചിന്തകളും ഭാവങ്ങളും ഇങ്ങനെയാണ്. രണ്ടാമത്തെ കാര്യം, ഭാര്യ നേരത്തെ ആരോ പറഞ്ഞ പോലെ സ്നേഹമതിയായ ഭാര്യ എന്റെ ഭർത്താവിനെ എടുത്ത് വേച്ച് തിണ്ണയിലേക്ക് കീറി അവിടെ കിടത്തി ആരെങ്കിലും കേൾക്കാതെ ചെവിയിലാണ് പറഞ്ഞത്, "ഹേ ഈശ്വരാ, എനിക്കും എന്റെ മക്കൾക്കും അല്പം വിഷം കൊടുത്തുകൊണ്ടാകാമായിരുന്നില്ലേ? ഒരു തകർച്ചയുടെ അതിനടിത്തട്ടിലേക്ക് ഇനി പോകാനില്ല." ഇതെല്ലാം നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ എത്തിച്ചത് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയില് നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളാണ്. ഇതിന് നമുക്കൊരു മാറ്റം വരുത്താൻ എന്ത് ചെയ്യണം? സാർ ഒന്നുകൂടെ കൂട്ടി പറഞ്ഞു. ഓരോ വർഷം ചെല്ലുന്തോറും മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞ് കയറിയ മഹാത്മാക്കള് റേഷൻ കടയിലൂടെ അരിയില്ലെങ്കിൽ മദ്യം നൽകാം എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു സമൂഹത്തിനിടയ്ക്കാണ് നമ്മളിവിടെ. ജവാനെന്നല്ല, OB ആണെന്ന് പറഞ്ഞാലും പോസ്റ്റർ കിട്ടിയാൽ ആഞ്ഞു കഴിക്കാൻ തയ്യാറുള്ള മനുഷ്യരുള്ള ഇവിടെ നമ്മൾ ഉത്പാദിപ്പിക്കുകയാണ്. നടക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ മനുഷ്യ മനസ്സിന്റെ ഉൾക്കാമ്പുകളിൽ അവൻ ആരോടും പറയാതെ അനുഭവിക്കുന്ന ദുഃഖം, ആ സമൂഹം തകർച്ചയിലേക്ക് പോകുന്നു എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നത് ഞാനൊരു കഥയുടെ രൂപത്തിലാക്കി അവതരിപ്പിച്ചതാണ്. പ്രചോദന സാറിനോട് ഒത്തിരി നന്ദിയുണ്ട്. കർക്കിടകം എന്ന് പറയുന്നത് സാർ അടുത്ത ചിങ്ങത്തിലേക്കുള്ള അടിത്തറയാണ് എന്ന് ആ ചിങ്ങം ആസ്വദിക്കുമ്പോൾ ഈ കർക്കിടകത്തിന്റെ ദുരന്തം അതിന്റെ മുകളിലാണ് നമ്മൾ ചിങ്ങം ആസ്വദിക്കുന്നത് എന്ന് ഓർപ്പിക്കട്ടെ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ, തീർച്ചയായിട്ടും ആനുകാലികമായിട്ടുള്ള ഒത്തിരി ചിന്തനീയമായ ഒരു വിഷയം. അതിനെ കൃത്യമായിട്ട് വൈകാരിക തികവോടെ സാർ അത് അവതരിപ്പിച്ചു. അതിന്റെ ആ എന്താ പറയുക വൈബ്രേഷൻസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടി. തീർച്ചയായിട്ടും അത് വളരെ ഗുണകരമായി. ഇത്രയും ചിന്തിക്കാൻ, ഇത്രയും സാഹചര്യങ്ങളെ പുറത്തിണക്കി അതിന്റെ യഥാർത്ഥ എന്താ പറയുക ഒരു ഇമോഷണൽ കണ്ടന്റിനോട് കൂടെ ഒക്കെ കണക്ട് ചെയ്ത് സാർ അത് അവതരിപ്പിച്ചു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് നമുക്ക് കാണാം. സോ സർ, താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.